കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു യഥാർത്ഥ സംഭവങ്ങളെ ബേസ് ചെയ്ത് വന്ന ഒരു കഥ. സൈനൈഡ് മോഹൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സൈക്കോ കില്ലർ ഉണ്ടായിരുന്നു. അയാൾ ഒരുപാട് സ്ത്രീകളെ ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഉള്ള ഒരു റിയൽ സംഭവത്തെ ബേസ് ചെയ്ത് വന്ന ഒരു കഥയാണെന്നാണ് ഈ കളങ്കാവൽ എന്ന സിനിമയെ പറ്റിയുള്ള എൻ്റെ ഒരു ധാരണ. എന്നെ ഈ സിനിമ കാണാൻ പ്രേരിപ്പിച്ച ഘടകം എന്തെന്നാൽ, മമ്മൂട്ടി വില്ലനും വിനായകൻ നായകനുമായിട്ട് വരുന്ന ഒരു സിനിമ. അത് തന്നെ ഒരു ഡിഫറൻറ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. എന്തൊരു അഭിനയമായിരുന്നു ഈ സിനിമയിൽ മമ്മൂട്ടി കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ വിനായകനും. ഇത് ഒന്ന് തിരിച്ചാണ് സംഭവിച്ചെങ്കിൽ പോലും നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരിക്കുന്നില്ല. കാരണം വിനായകൻ വില്ലനും മമ്മൂട്ടി നായകനായിട്ട് വന്നാണെങ്കിൽ ഒരു നോർമൽ ത്രില്ലർ മൂവി കടന്നു പോകുന്ന പോലെ ഈ സിനിമ പോയതിനെ. പക്ഷേ ഇതൊരു വലിയൊരു വിജയമാകാനുള്ള കാരണം മമ്മൂട്ടി ഏറ്റെടുത്ത ആ വില്ലൻ വേഷമാണ്. ഈ സിനിമയിലെ ഇൻ്റർവെല്ലിലെ ട്വിസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നെ ഒരുപാട് ഞെട്ടിച്ചു ആ ട്വിസ്റ്റ്. ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് വളരെയധികം എൻഗേജിംഗ് ആയിട്ട് ലാഗില്ലാതെ കണ്ടു തീർക്കാൻ സാധിച്ചു. ഇതിൽ ആക്ട് ചെയ്ത എല്ലാവരും കൊടുത്ത റോൾ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചു. ഈ മമ്മൂട്ടി കൊല ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സോങ് അത് വളരെ നന്നായിട്ട് ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നോർമൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല എൻഗേജിംഗ് ആയിരുന്നു. എക്കാലത്തെ പോലെ മമ്മൂട്ടി കമ്പനി നിരാശപ്പെടുത്തിയില്ല.